അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്നോ, പൊന്നൂസിനെ നേറ്റിക്കിടാൻ ഒരു പാവാട അടിക്കണം. പക്ഷെ പാവാട അടിച്ചു വന്നപ്പോൾ അത് മണിക്കുട്ടിയുടെ ഭാഗമായി. എന്നാലത് പൊന്നൂസിന് ഇടാൻ പറ്റും. ഒരാൾക്ക് അടിച്ചാലും എനിക്ക് അടിച്ചില്ല എന്നുള്ള പരാതി ഇവിടെ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് അത് രണ്ടുപേർക്കും ഇടാൻ പറ്റുന്ന പാകത്തിനാണ് ഞാൻ അടിച്ചത്. അല്ലെങ്കിലും പരാതികളൊക്കെ പരിഹരിക്കാൻ ഞാൻ പണ്ടേ മിടിക്കുക. അങ്ങനെ പാവാട അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിന്ന് ബിരിയാണി വെച്ചാലോ എന്നൊരു ഫോൺ കോൾ വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ബിരിയാണിക്കുള്ള പരിപാടി തുടങ്ങാൻ ചാടി എഴുന്നേറ്റിങ്ങ് പോന്നു. ഉള്ളിയും തക്കാളിയും എടുത്ത് ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയപ്പോഴത്തേന് അമ്മ പറഞ്ഞു, ഇതിങ്ങിത്താ ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്ന്. അങ്ങനെ സവോളയും തക്കാളിയും വെച്ചുള്ള അമ്മാനാട്ടമൊക്കെ കഴിഞ്ഞ് അമ്മേൻ്റെ കുഞ്ഞിക്കുരുപ്പിനെയും കുളിപ്പിച്ച് ഇങ്ങ് തന്നേ. കുളിക്കുമ്പോൾ വെള്ളത്തിൽ കളിച്ചത് പോരാഞ്ഞിട്ട് വീണ്ടും അവന് മഴയത്ത് പോയി കളിക്കാൻ വേണ്ടിയാണ്. ഈ വാതിലടച്ചിട്ടിട്ടില്ലെങ്കിൽ അവൻ ഞങ്ങളാരും കാണാണ്ട് ഒറ്റ മുങ്ങൽ മുങ്ങും. അങ്ങനെ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ പണി വേഗം തീരാൻ വേണ്ടിയിട്ടും ഞാൻ അവനെ പിടിച്ച് ഉറക്കി. ഈ സമയമായപ്പോഴത്തേനും മണിക്കുട്ടിയും പൊന്നൂസും എത്തിയേ. പിന്നെ അവരെയും തലയിൽ എണ്ണയൊക്കെ വെച്ച് കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇന്നത്തെ ബിരിയാണിയുടെ മെയിൻ ഷെഫായ ആംഗ്ലയുടെ കൂടെ കൂടിയേ. അങ്ങനെ മണിക്കുട്ടിയും പൊന്നൂസും കുളിച്ച് വരുമ്പോഴത്തേനും ബിരിയാണി റെഡിയായി. അപ്പോൾ ആദ്യത്തെ പങ്ക് മടുത്ത് വന്ന എൻ്റെ മക്കൾക്ക് തന്നെ ആവട്ടെ. അപ്പോൾ എങ്ങനെയാ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയല്ലേ.